ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മൃഗശാലയ്ക്കുള്ളിലാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വന്നിരുന്നു. ഉച്ചയ്ക്ക് വന്ന് നമ്മൾ അകത്തെ കാഴ്ചകളൊക്കെ എടുത്തു. അതിനുശേഷം വൈകുന്നേരം ഞാനൊരു വർക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ ഒരിക്കൽ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ചും കൂടെ ഇപ്പോൾ 2025 എന്തെങ്കിലും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ 2025 എടുക്കുന്ന മൃഗശാലയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. പിന്നെ തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും എല്ലായിടത്തെ പോലെ. പിന്നെ ക്യാമറയ്ക്ക് 200 രൂപയാണ് ടിക്കറ്റ്. ബാക്കി ടിക്കറ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടേക്കാം. എന്തായിരുന്നാലും മ്യൂസിയത്തിൻ്റെ നമ്മുടെ മൃഗശാലയുടെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആംബിയൻസാണ്. ഇതുപോലുള്ള പല കെട്ടിടങ്ങളും ഉണ്ട്. ഇതിനകത്തൊക്കെ നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. മൃഗശാല കുറച്ചപ്പുറത്താണ്. അപ്പോൾ പല വീഡിയോകളായിട്ട് ഇതിൻ്റെ സെക്ഷനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് മൃഗശാലയുടെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മൃഗശാലയാണ്. തമ്പാനൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് നമുക്ക് മൃഗശാലയിലേക്ക് എത്താനുള്ള ദൂരം. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ബസ് സൗകര്യം ഉണ്ട് കേട്ടോ. മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് 1855-ലാണ്. മൃഗശാല മാത്രമല്ല ഇതിനകത്തുള്ളത്. ഒരുപാട് ആർട്ട് ഗാലറികളും അക്വേറിയം, പിന്നെ ജീവജാലങ്ങളെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മ്യൂസിയം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ കോമ്പൗണ്ട് മുഴുവൻ എപ്പോഴും ആളായിരിക്കും. അത് മ്യൂസിയം കാണാൻ വരുന്നവരുടേത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ രാവിലെ വൈകുന്നേരമൊക്കെ ഇതുവഴി നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ നടന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 10 രൂപയും. പിന്നെ ഒരുപാട് റേറ്റുകൾ, പാക്കേജുകളൊക്കെ നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ക്യാമറയ്ക്ക് 50 രൂപയും വീഡിയോയ്ക്ക് 200 രൂപയാണ് ടിക്കറ്റ്. ഇപ്പോൾ പ്രധാനമായും 2 വലിയ ഗേറ്റുകളാണ് നമുക്ക് മ്യൂസിയത്തിന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. അതുവഴി നടന്ന് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഏകദേശം ഉച്ച സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തായിട്ട് തന്നെ ക്ലോക്ക് റൂമും ഉണ്ട്. ലഗേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നതിന് മുന്നായിട്ട് നമ്മുടെ ബാഗ് അവർ പരിശോധിക്കും. കാരണം പ്ലാസ്റ്റിക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും അകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ല. കൂടുതൽ ലഗേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ 2 ബോർഡ് കാണാൻ പറ്റും. ശ്രീ ചിത്ര ആർട്ട് ഗാലറിയും ഇതിനകത്ത് തന്നെയാണ് ഉള്ളത്. മൃഗശാലയുടെ പല ഭാഗത്തും ഇതുപോലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് നമുക്കിത് നോക്കി തീരുമാനിക്കാവുന്നതാണ്. ഒരു വലിയ ഏരിയ നിറഞ്ഞു നിൽക്കുന്നതാണ് മൃഗശാല. നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലുള്ള ഇലക്ട്രിക് വാഹനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആമുഖമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മൃഗശാലയ്ക്കുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഭീമാകാരന്മാരായിട്ടുള്ള ഈ കാട്ടുപോത്തുകളെയാണ്. വലിപ്പമുള്ള കൂടുകളിലാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത്. വലിയ അകലമില്ലാതെ തന്നെ നമുക്ക് അടുത്ത് നിന്ന് കാണാവുന്നതാണ്. അവധിക്കാലത്തോ അല്ലാതെയൊക്കെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ കുട്ടികളുമായിട്ടൊക്കെ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതുവഴി ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാ കൂടുകളിലും ഏത് മൃഗമാണ് ഉള്ളതെന്നുള്ള ഡീറ്റെയിൽസ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ കണ്ടത് സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. പണ്ട് ഇവയെല്ലാം ഇടുങ്ങിയ കൂടുകളിലാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ വലിയ തുറസായിട്ടുള്ള കൂടുകളിലാണ്. അപ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കാടിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് മരങ്ങളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കൃത്രിമമായിട്ട് നിർമ്മിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം വലിയ കൂടുകളിലാണ് കുരങ്ങന്മാരും മറ്റു മൃഗങ്ങളും ഒക്കെ ഇപ്പോൾ ഉള്ളത്. അടുത്തത് ബംഗാൾ കുരങ്ങാണ് കേട്ടോ. വലിയ കൂടായതുകൊണ്ട് ഇവയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ആ കൂട് മുഴുവൻ നോക്കി കണ്ടില്ല. പക്ഷെ ഒരു കോർണറിൽ ഒരു പൊത്തിനകത്തായിട്ട് 2 കുരങ്ങന്മാരാണെന്ന് തോന്നുന്നു. അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം താഴെയുണ്ട്. ഇതുപോലുള്ള കുരങ്ങന്മാരെ നമ്മൾ യാത്രകളിലെല്ലാം മിക്കവാറും കാണുന്നവയാണ്. പോകുന്ന വഴികളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രമല്ല, ഇതുപോലുള്ള ശില്പങ്ങളും ഡ്രോയിങ്ങും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വഴികളുടെ 2 സൈഡിലും വലിയ മരങ്ങളും ചെടികളും ഒക്കെ നട്ട് ഭംഗി പിടിപ്പിച്ചിട്ടുണ്ട്. മരങ്ങളുടെയും ചെടികളുടെയും പേരുകൾ അതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. ഈ ഭീമാകാരന്മാരായിട്ടുള്ള മരങ്ങൾ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നാൽ പോലും നമുക്ക് ആ ഒരു വെയിലിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിയില്ല. അടുത്ത കൂടിൻ്റെ ബോർഡും ബംഗാൾ കുരങ്ങെന്ന് തന്നെയാണ്. പക്ഷേ ആ വലിയ കൂടിൽ ഞാൻ നോക്കിയിട്ട് കുരങ്ങനെ കാണാൻ കിട്ടിയില്ല. ചില കൂടുകൾ അങ്ങനെയാണ്, ആൾതാമസം ഇല്ല കേട്ടോ. കുരങ്ങന്മാരെ കണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു കൂട്ടിനകത്ത് വൻതത്ത, വെള്ളറിയ, കാട്ടുകോഴി എന്നിവയെല്ലാം ഒരു കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. പക്ഷികളെ പാർപ്പിച്ചിരിക്കുന്ന കൂടുകൾ വലുതും ചെറുതുമായിട്ടുള്ള നെറ്റുകളൊക്കെ വെച്ചിട്ടാണ് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാഴ്ച കുറച്ച് ബുദ്ധിമുട്ടാണ്.
കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ കൂമനാണ് അടുത്ത ഒരു കൂട്ടിലെ കാഴ്ച എന്ന് പറയുന്നത്. ഈ കൂടുകളിൽ പണ്ട് കുരങ്ങന്മാരെ ഇട്ടിരുന്ന കൂടുകളാണ് കേട്ടോ. ഇപ്പോൾ പക്ഷികളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. കൂമന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. 360 ഡിഗ്രിയിൽ തല തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. മലയാളികളും മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദിക്കാരും അങ്ങനെ തുടങ്ങി പല ദേശത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. വരുന്ന ആൾക്കാർ എല്ലാവരും ഫോട്ടോസ് എടുക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇടുങ്ങിയ നെറ്റുകൾക്കിടയിലൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ് കേട്ടോ. അടുത്തത് ഖലീജ് ഫെസന്റ് എന്ന് പറയുന്ന ഒരു ഇനം പക്ഷിയാണ്. പുള്ളിക്കാരനെ എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ചിട്ടും നിൽക്കുന്നില്ല. പുള്ളി എന്തോ വെപ്രാളം എടുത്തിട്ട് ഓടുകയാണ്. ഇനി വിശന്നിട്ടാണോ എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പോലെ മുകളിലേക്ക് കയറുന്നു, പിന്നെയും താഴേക്ക് ഇറങ്ങുന്നു, പിന്നെയും താഴേക്ക് ഇറങ്ങുന്നു, പിന്നെയും മുകളിലേക്ക് കയറുന്നു. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. പുള്ളി ഇത് തന്നെ അങ്ങ് തുടരുകയാണ്. ഈ കാണുന്ന കെട്ടിടത്തിലാണ് പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കെട്ടിടത്തിന് ഇപ്പുറവും അപ്പുറവുമായിട്ട് ധാരാളം പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ആമസോൺ തത്തയാണ്. പുള്ളിക്കാരൻ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തിലാണ്. അടുത്തത് കാട്ടുമൂങ്ങയാണ്. പുള്ളിക്കാരനും സുഖ ഉറക്കത്തിലാണ് കേട്ടോ. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൂട്ടരാണ്, നാടൻ തത്തകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരുപാട് തത്തകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തത്തകൾ ആ ഒരു കൂട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് സൺ കുഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. പുള്ളി ക്യാമറ കണ്ടിട്ടാണോ എന്നറിയില്ല, ഒളിച്ചു കളിക്കുകയാണ് കേട്ടോ. ക്യാമറയുടെ മുന്നിൽ ഒരു കാരണവശാലും പിടി തരില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് പറന്നുപോയി. എന്നാലും കുഴപ്പമില്ല, കൂട്ടത്തിൽ കുറച്ച് കൂട്ടുകാർ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അടുത്തത് പാം കൊക്കറ്റു എന്ന് പറയുന്ന ഒരു വെറൈറ്റി പക്ഷിയാണ്. ആ ബോർഡ് കണ്ടിട്ട് നോക്കിയപ്പോൾ ഫസ്റ്റ് കണ്ട അതിഥി ഇതാണ് കേട്ടോ. ശരീരം മുഴുവൻ ചൊറിച്ചിലാണ് പുള്ളിക്ക്, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇതല്ല പാം കൊക്കറ്റു, ഈ കാണുന്ന പക്ഷിയാണ് കേട്ടോ. ഒരു വെറൈറ്റിയാണ്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ വെറൈറ്റികൾ ഈ പക്ഷിക്ക് നമുക്ക് കാണാൻ സാധിക്കും. പല കാർട്ടൂണിലും കാണുന്ന പക്ഷിയെ പോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. തലയല്ലാണ്ട് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കാക്കയെ പോലെയും തോന്നാറുണ്ട്. അടുത്തത് ഗ്രീൻ വിങ്ഡ് മക്കാവു എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. തത്തവർഗത്തിൽപ്പെട്ട ആളാണ്. പുള്ളിക്കാരനും കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മാത്രമല്ല, കുറച്ചുകൂടി പക്ഷി ഐറ്റങ്ങൾ നമുക്ക് ഈ കൂട്ടിൽ കാണാൻ പറ്റും. എല്ലാവരെയും ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലുള്ള മാപ്പുണ്ട്. അടുത്ത കൂടുകളിൽ എന്തൊക്കെയാണെന്നുള്ള ഇൻഫർമേഷൻസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഉപകാരമാണ്. അടുത്ത കൂട്ടിൽ ഹനുമാൻ കുരങ്ങാണ് കേട്ടോ. ഈ കാണുന്ന പോലെ വലിയ കൂടാണ്. ഇതിനകത്തും ആൾതാമസം ഇല്ലായിരുന്നു. വീണ്ടും പക്ഷികളുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ പക്ഷികളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നു എന്നുള്ളതും ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാരാണെന്ന് മനസ്സിലായി കാണും. വെള്ളിമൂങ്ങയാണ്. ഈ കൂട് വളരെ ചെറിയ നെറ്റുകൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കാഴ്ച വളരെ കുറവാണ്. ഒന്നിൽ കൂടുതൽ വെള്ളിമൂങ്ങകളെ നമുക്ക് ആ കൂട്ടിൽ കാണാൻ കഴിയും. അടുത്ത ഒരു കൂടെന്ന് പറയുന്നത് ഒരു വലിയൊരു കൂടാണ്. ഈ കൂടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിമാലയൻ കഴുകൻ, ബംഗാൾ കഴുകൻ, വെള്ളവയറൻ കടൽ പരുന്ത് എന്നിവയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പക്ഷികളാണ് ഈ കൂട്ടിലുള്ളത്. ഡീറ്റെയിൽസ് പൗസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ കൂട് ഗ്രില്ല് കൊണ്ടുള്ളതല്ല, അതുകൊണ്ടാണ് കാഴ്ചകൾ ഇത്ര മനോഹരമായിട്ട് കിട്ടുന്നത്. ഗ്ലാസ് കൊണ്ടുള്ള കൂടാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. തൊട്ടടുത്തായിട്ടുള്ള കൂടിൽ മീൻ മുതലയാണ് ഉള്ളത്. ഈ കൂടിനകത്ത് മീൻ മുതല മാത്രമല്ല ഉണ്ടായിരുന്നത്, ആമയും കൂടെ ഉണ്ടായിരുന്നു. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ മുതലകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും.
ചെറുതും വലുതുമായിട്ടുള്ള മീൻ മുതലകളെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കൂട്ടത്തിൽ ഒരെണ്ണം കരയിലേക്ക് കയറി ഇങ്ങനെ നിൽപ്പുണ്ട്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവയുടെ പല്ലുകൾ. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കടന്നു നിൽക്കുമ്പോൾ ഈ നീന്തി പോകുമ്പോൾ എവിടെയെങ്കിലും പോയി ഇടിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം നോക്കിയേ, കുറച്ച് പല്ലൊക്കെ പോയിട്ടുണ്ട്. അടുത്തും ഒരു വലിയൊരു കൂട് കണ്ടു. പക്ഷേ ഇതിനകത്ത് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനി പുതിയ ആൾക്കാരെ എന്തെങ്കിലും പാർപ്പിക്കാനുള്ള പദ്ധതിയാണോ എന്നും അറിയില്ല. കുറച്ചു ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇനി ചെടിയാണോ ഉദ്ദേശിച്ചത് എന്നും പിടുത്തം കിട്ടിയിട്ടില്ല. കുറച്ചു ദൂരം നമ്മൾ പിന്നിടുമ്പോൾ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഈ യാത്രയിൽ ഏറ്റവും ഒരു സന്തോഷം നൽകുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തുക. ഒരു വലിയൊരു കൂട്, അതായത് ഈ കാണുന്നത് പോലെ തന്നെ അവയുടെ ആവാസ വ്യവസ്ഥയെ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പല തരത്തിലുള്ള കൊക്കുകൾ ഒരുമിച്ച് വസിക്കുന്ന ഒരു കൂടാണ് ഇത്. കുളിക്കുവാനും പറന്ന് നടക്കുവാനും പിന്നെ അവയ്ക്ക് സ്വന്തമായിട്ട് കൂടൊരുക്കുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വലിപ്പം കൂടിയതും കുറഞ്ഞിട്ടുമായിട്ടുള്ള ഒട്ടനവധി കൊക്ക് ഇനങ്ങളെ നമുക്ക് ഈ ഒരൊറ്റ കൂട്ടിനകത്ത് കാണാൻ സാധിക്കും. മൃഗശാലയിൽ വരുമ്പോഴൊക്കെയും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ ഇവിടെയായിരിക്കും. നീർനായ നല്ല രസമാണ് ഇവയുടെ കളിയും അതുപോലെ തന്നെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി ആൾക്കാരെ രസിപ്പിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് വരെ സംശയം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നോക്കിയ തങ്ങളുടെ കൂട്ടിൽ ഒരു കൊക്കിരിപ്പുണ്ട്. അതിനെ ഓടിക്കുന്ന വെപ്രാളത്തിലാണ് ഈ നീർനായ. ആ കൊക്ക് എങ്ങോട്ട് പോയാലും ശരി തന്നെ അതിനെ കൂട്ടിൽ നിന്ന് ഓടിച്ചിട്ടേ ഉള്ളൂ. അവസാനം പുള്ളിക്കാരിയെ പറഞ്ഞു വിട്ടു. ഒരു ഭാഗത്തായിട്ട് ഒരു വലിയൊരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനകത്ത് വലിയ മത്സ്യങ്ങളും ഉണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ അല്ലാണ്ട് കിടന്ന ഭാഗമാണ്. ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് മീൻ അതിനകത്ത് വളർത്തുന്നുണ്ട്. അതുപോലെ വാട്ടർ ഫൗണ്ടേഷനൊക്കെ നമുക്ക് അവിടെ ആ ഭാഗത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നക്ഷത്ര ആമകളാണ് മറ്റൊരു കാഴ്ച. ഈ കാണുന്ന കൂടുകളിലെല്ലാം അതുപോലെ പക്ഷിവർഗത്തെയാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കൂട്ടിലാണ് നമ്മുടെ കരടിക്കുട്ടന്മാരുള്ളത്. ഈ സമയത്ത് ഈ ഭാഗത്തൊക്കെ നല്ല ചൂടാണ്. അത് കാരണം പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തുള്ളികൾ വീഴുന്ന ഭാഗം കണ്ടോ, അത് ഈ സമയത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് 2 കരടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ല ദൂരത്താണ് നിൽക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഇങ്ങ് താഴെ വരുന്നതും കാണാൻ പറ്റും കേട്ടോ. മൃഗശാലയിലെ മറ്റൊരു അട്രാക്ഷനാണ് കാട്ടിലെ രാജാവ് സിംഹം. വലിയൊരു കൂടാണ്. അതുകൊണ്ട് സിംഹത്തിനെ എപ്പോഴും ചെന്നാലും കാണാൻ സാധിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ കാണാനേ പറ്റത്തില്ല. ഇന്നാണ് ഇത്ര അടുത്തെങ്കിലും കാണാൻ പറ്റുന്നത്. അടുത്തല്ല, എന്നാലും നമുക്ക് ക്യാമറയ്ക്ക് നേരെ കിട്ടുന്നത്. പുള്ളിക്കാരൻ നല്ല ഉറക്കമാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തു ഒന്ന് ഫേസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് എഴുന്നേറ്റു. പിന്നെ ഭാഗ്യം ഇങ്ങോട്ട് ഒന്ന് നോക്കി, കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അത് തന്നെ ഉറക്കം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഹിപ്പോപ്പൊട്ടാമസുകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് എണ്ണമുണ്ട്. എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ. ആ കൂടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കാണ്ടാമൃഗത്തെയും കാണാം. വലിയ കൂട്ടിലാണ് കാണ്ടാമൃഗമുള്ളത്. എന്നാലും ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് തന്നെ കലമാൻ, മ്ലാവ് എന്നിവരാണ് ഉള്ളത്. ഒരുപാട് എണ്ണമുണ്ട്. ചിലപ്പോൾ വരുമ്പോൾ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമാണെങ്കിൽ ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അടുത്തൊരു കൂട്ടിൽ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ തന്നെയാണ് കാട്ടുപോത്ത്. നമ്മൾ കയറി വരുന്ന ഭാഗത്തും ഉണ്ടായിരുന്നു.
കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നപ്പോഴും വേറൊരു കൂട്ടിൽ കാട്ടുപോത്തുകളെ ഇട്ടിട്ടുള്ളത് കാണാൻ പറ്റും. ഈ കൂട്ടിൽ ഞാൻ ബോർഡ് കണ്ടില്ല, എന്തായാലും റിയ ആയിരിക്കും. നേരത്തെ ഒരു കൂട്ടിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ള റിയ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂട്ടത്തിൽ വേറെ കളറും കണ്ടു, അപ്പോൾ റിയ ഇനത്തിൽ വരുന്നതായിരിക്കണം ഇത്. അടുത്ത കൂട് കൃഷ്ണമൃഗമാണ്. മാനുകളുടെ വെറൈറ്റിയാണ് കേട്ടോ. വെള്ളമാനിനെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് തന്നെ പുള്ളിമാനെയും കാണാൻ സാധിക്കും. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നൊന്ന് നോക്കി. മാനിൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പെയിൻ്റ് അടിച്ച് ഇട്ടിരിക്കുന്ന പോലുള്ള പുള്ളികൾ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുള്ളിമാനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അടുത്ത കൂട്ടിൽ യമൂവിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സിംഹത്തിൻ്റെ കൂട്ടിൻ്റെ അടുത്തായിരുന്നു യമു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂട് മാറ്റി കുറച്ചും കൂടെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അല്പം കൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ലഘു ഭക്ഷണവും കുടിവെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ചായയോ കോഫിയോ വെള്ളമോ ചെറിയ സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ട് മുന്നോട്ടുള്ള യാത്ര തുടരാം. ഇനി അങ്ങോട്ട് കടുവയും പുള്ളിപ്പുലിയൊക്കെയാണ് കേട്ടോ. തൊട്ടടുത്തുള്ള കൂട് പുള്ളിപ്പുലിയുടേതാണ്. പേര് ഗണേഷ് എന്നാണ് കേട്ടോ. ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഒരാളുടെ പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഒരു സ്ലാബിൻ്റെ അടിയിൽ ആണ് ഉള്ളത്, അതുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് എടുക്കേണ്ടി വന്നത്. തൊട്ടടുത്ത് തന്നെ വേറൊരാളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് പുള്ളി കിടക്കുന്നത്, പക്ഷേ പുള്ളി ഇങ്ങ് അടുത്ത് നടന്നു വരുന്നുണ്ട് ഇടയ്ക്ക്. അടുത്ത കൂട് പെൺസിംഹത്തിൻ്റെതായിരുന്നു കേട്ടോ. പുള്ളി എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. പുള്ളി കിടക്കുകയാണോ, ഇനി ഡൈവ് ചെയ്യുകയാണോ, മറിയുകയാണോ, എഴുന്നേൽക്കാൻ നോക്കുകയാണോ എന്തൊന്നും പിടുത്തമില്ല. എന്തായിരുന്നാലും കാണാൻ വന്ന ആൾക്കാർക്ക് ഉറങ്ങുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊരു രസം ഉണ്ടാവും. എന്തായിരുന്നാലും ഒരു കൈ അകലത്തിൽ നമ്മൾ സിംഹത്തെ മുഖാമുഖം കാണുകയാണ്. അടുത്ത കൂട് വെള്ളക്കടുവയുടേതാണ്. പുള്ളിക്കാരൻ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തിലാണ്. തൊട്ടടുത്ത കൂടും കടുവയുടേതാണ് കേട്ടോ. പുള്ളിക്കാരനും നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ടെൻഷൻ അല്ലെങ്കിൽ ആലോചിച്ച് നടക്കുന്ന ഒരു പരിപാടിയിലാണ്. അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും അങ്ങോട്ട് പോകുന്നു. എന്താണെന്നറിയില്ല, എന്തോ ആലോചനയിലാണ് പുള്ളിക്കാരൻ. അടുത്ത ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ, നീലക്കാള. ഒരു സങ്കര ഇനം പോലെ നമുക്ക് തോന്നിയേക്കാം. കൊമ്പുണ്ട്, മാനിനെ പോലെ തോന്നും, കുതിരയുടെ ശരീരം പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉള്ള ഒരു വെറൈറ്റി മൃഗമായിട്ട് നീലക്കാളയെ തോന്നി. ഈ കാണുന്ന കൂടുകളിലെല്ലാം തന്നെ തത്തയുടെ വെറൈറ്റിയാണ്. വളരെ ചെറിയ ഗ്രില്ലാണുള്ളത്. അതിനിടയിലൂടെ കാഴ്ച വളരെ സുഗമമല്ലാത്തതുകൊണ്ട് ഞാൻ ആ പോർഷൻ വിടുകയാണ്. ഇത് മുള്ളൻ പന്നിയുടെ ഒരു സെക്ഷനാണ്. ഒരുപാട് മുള്ളൻ പന്നി ആ കൂടിനകത്തുണ്ട് കേട്ടോ. അടുത്തതും ഒരു വെറൈറ്റി സെക്ഷനാണ്. ചിത്രശലഭ പാർക്ക് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഇതിനകത്ത് ചിത്രശലഭങ്ങൾ ഒരുപാട് ഉണ്ടാവും ചില സമയത്ത്. ഈ യാത്രയിൽ വളരെ കുറച്ച് ചിത്രശലഭങ്ങളെ മാത്രമേ നമ്മൾ അവിടെ കണ്ടുള്ളൂ. അതിനകത്ത് ഒരു വാട്ടർ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് മുതലയുടെ കൂട്ടിലേക്കാണ് കേട്ടോ. അതിനടുത്തായിട്ട് തന്നെ ഒട്ടകപക്ഷിയുടെ കൂടുമുണ്ട്. ഒട്ടകപക്ഷി ഹോളി ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ദേഹം മുഴുവനൊക്കെ കളറാക്കിയിട്ടുണ്ട്.
അടുത്തൊരു സെക്ഷൻ ഉരകങ്ങളാണ്. ഒരുപാട് ഉരകങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അനാക്കോണ്ട, പെരുമ്പാമ്പ്, അണലി, രാജവെമ്പാല, മൂർഖൻ തുടങ്ങിയ ഒരുപാട് ഉരകവർഗ്ഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ കുറച്ച് മാത്രമേ ഞാൻ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. മൃഗശാലയുടെ ഉരകങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടും കൂടെ ബാലൻസ് ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മയിലുകളെയാണ്. വലിയൊരു കൂടിനകത്ത് ഒരുപാട് മയിലുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൃഗശാലയ്ക്ക് അകത്തുള്ള കാഴ്ചകൾ തീരുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആർട്ട് ഗ്യാലറികളും ഹിസ്റ്റോറിക്കൽ മ്യൂസിയങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ വേറെയും കാണാനുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ മ്യൂസിയത്തിൻ്റെ ഗാർഡനിലൂടെ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. മൃഗശാലയിലെ കാഴ്ചകൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു സ്ഥലത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. ബൈ.